മാർക്കോ സിനിമ കഴിഞ്ഞ ദിവസം റിലീസായി. അതിക്രൂരമായ വയലൻസ് നിറഞ്ഞ ഒരു സിനിമ. എങ്ങനെയാണ് ഈ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് ലഭിച്ചതെന്നാണ് സംശയം. ഇന്ത്യയിലെ നിരോധിക്കേണ്ട സിനിമയാണിത്. ലോകത്തൊരിടത്തും ഈ സിനിമ കാണിക്കാൻ പാടില്ല. കാരണം ഇതിനകത്ത് കാണിക്കുന്നത് ഭയാനകമായ വയലൻസ് രംഗങ്ങളാണ്. എ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കാണാൻ പാടില്ലെങ്കിലും തിയേറ്റർ മുതൽ കുട്ടികളാണ്. 18 വയസ്സായാലും ശരി, മുതിർന്ന ആൾക്കാരായാലും ശരി, അവർ പോലും കാണാൻ പാടില്ലാത്ത സിനിമ തന്നെ. അത്ര ക്രൂരമായ മനുഷ്യത്വരഹിതമായ വയലൻസ് കാണിക്കുന്ന സിനിമ. ഇതിന് പ്രത്യേക കഥാതന്തുക്കളൊന്നുമില്ല. ഈ വയലൻസ് കാണിച്ച് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നെന്ന് മാത്രമേ പറയാനൊക്കൂ. നമ്മളെ ഏറ്റവും ക്രൂരമായി മതിക്കുന്ന ചില രംഗങ്ങളുണ്ട്. കുട്ടിയെ കെട്ടിത്തൂക്കി കൊല്ലുന്ന രംഗമുണ്ട്. അതുപോലെ തന്നെ സിലിണ്ടർ ഉപയോഗിച്ച് തലയ്ക്ക് അടിച്ചു കൊല്ലുന്ന രംഗങ്ങളുണ്ട്. മനുഷ്യ ശരീരം കീറി മുറിച്ച് തള്ളുന്ന ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. മ്യൂട്ടിലേഷൻ എന്ന് പറയും. ഗർഭിണിയായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ മോഷ്ടിച്ചോണ്ട് വന്ന വില്ലൻ ഇതിനകത്തുണ്ട്. അതുപോലെ കുട്ടികളെ തള്ളിയിട്ട് കൊല്ലുന്ന രംഗങ്ങളുണ്ട്. സ്വർണ്ണ വ്യാപാരമുണ്ട്, ഡ്രഗ്സ് ഉണ്ട്. ഇതിനിടയ്ക്ക് വായിക്കകത്ത് കത്തി കുത്തി ഇറക്കി ഭീകരമായി കൊല്ലുന്ന ഒരു രംഗമുണ്ട്. ഇതിനകത്ത് മനുഷ്യ ശരീരത്തിലെ ചെവികൾ കടിച്ചു പറിക്കുന്ന രംഗമുണ്ട്. ഇന്ത്യൻ സിനിമയിൽ എങ്ങനെയാണ് എ സർട്ടിഫിക്കറ്റ് ഇവർക്ക് കിട്ടിയെന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. സെൻസർ ബോർഡ് എ സർട്ടിഫിക്കറ്റ് കൊടുത്തു. സെൻസർ ബോർഡിലെ ഏത് അംഗങ്ങളാണ് ഈ സിനിമ കണ്ടത്? അവർക്ക് ഇന്ത്യയുടെ ഭരണഘടന അറിയത്തില്ല, ഇന്ത്യയുടെ പുതിയ BNS നിയമങ്ങൾ അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ IPC CRPC എവിഡൻസ് ആക്ട് അറിഞ്ഞുകൂടാ. ആരാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായി കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻ കാണിക്കുന്ന ഈ രംഗങ്ങൾ ചിത്രീകരിക്കുക? അത് കണ്ട് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആരാണ്? അവരെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തായാലും തിരുവനന്തപുരത്തെ പാറ്റൂര് തിയേറ്ററിൽ കണ്ട അഡ്വക്കേറ്റ് JS അഖില് ഇതിനെതിരായി സെൻട്രൽ ബോർഡിന് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കറ്റിന് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞു. സിനിമാറ്റോഗ്രാഫി ആക്ട് 1952 വയലേഷനാണ് ഇതിനകത്തുള്ളത്. ഇതങ്ങനെ കൊടുക്കാൻ പാടില്ല. ഇതിനകത്ത് ധാരാളം കുറ്റകൃത്യങ്ങൾ അവർ ഈ സിനിമയുടെ നിർമ്മാതാക്കളും ഡയറക്ടറും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഈ മാർക്കോ സിനിമ അത് രാജ്യത്തിന്റെ പൈതൃകത്തിനും സംസ്കാരത്തിനും സ്ത്രീകളുടെ ഡിഗ്നിറ്റിക്കും കുട്ടികളുടെ ഡിഗ്നിക്കും എതിരായിട്ടുള്ള പ്രവൃത്തിയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇങ്ങനെ ഒരു സിനിമ ഇന്ത്യയിൽ എങ്ങും കാണിച്ചിട്ടില്ല, കണ്ടിട്ടുമില്ല. അപ്പൊ ഇതിനകത്ത് കുറ്റകരമായ പല കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാരണം ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ചില കാര്യങ്ങൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞു. അപ്പൊ അത് മനുഷ്യ ശരീരത്തിനെ ഇങ്ങനെ കീറിമുറിക്കുന്നതുമൊക്കെ സിനിമാറ്റോഗ്രാഫി ആക്ട് അനുസരിച്ച് 1950 പ്രകാരം അതിന് അനുമതി കൊടുക്കാൻ പാടില്ലാത്ത വകുപ്പുകളാണ് ഇത് കിടക്കുന്നത്. അതുകൊണ്ട് സെൻസർ ബോർഡ് തീർച്ചയായിട്ടും ഇത് റിവ്യൂ ചെയ്യണം. ഇത് എത്രയും പെട്ടെന്ന് നിരോധിക്കണം. ഇതിനകത്ത് രാജ്യത്തിന്റെ ഈ വയലൻസ് വിറ്റ് കാശാക്കിയ പണം തിരിച്ചു പിടിക്കണം. ആ പണം മുഴുവൻ സെൻട്രൽ ഗവൺമെന്റ് അറ്റാച്ച് ചെയ്യണം. ഇതിനകത്ത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 വയലേഷൻ കൃത്യമാണ്. ഹ്യൂമൻ ഡിഗ്നിറ്റിക്കും ഹ്യൂമൻ സേഫ്റ്റിക്കും റൈറ്റ് ടു ലൈഫിനും എതിരായിട്ടുള്ള ചിത്രീകരണമാണ് ഇതിനകത്ത് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആർട്ടിക്കിൾ 21 വയലേഷൻ തന്നെയാണ്. ആർട്ടിക്കിൾ 17 വയലേഷൻ ഇതിനകത്തുണ്ട്. കുടുംബ ഭദ്രതയ്ക്ക്, ഇന്ത്യയുടെ കുടുംബ ഭദ്രതയ്ക്ക്, നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുന്ന സ്ത്രീ പുരുഷന്മാരുടെ അവർക്കെതിരായിട്ടും അവരുടെ പ്രൈവസിക്കും എതിരായിട്ടും നമ്മുടെ പാരമ്പര്യത്തിനെതിരായിട്ടാണ് ആർട്ടിക്കിൾ 17 വയലേഷൻ ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഒരു രാജ്യദ്രോഹ പ്രവർത്തനമാണ് ഇത്. സെഡിഷൻ IPC 124, അത് BNS 152 വകുപ്പ് പ്രകാരം ഇന്ത്യൻ ജനതയുടെ നമ്മൾ ആലോചിക്കണം. നമ്മുടെ പൈതൃകം, ഇന്ത്യക്ക് ലോകത്തിന് സംഭാവന ചെയ്ത വളരെയധികം മഹാപുരുഷന്മാർ ഇന്ത്യയിൽ തന്നെയുണ്ട്. നമ്മളത് അവരെയൊക്കെ മറന്നിരിക്കുന്നു. അവരുടെയൊക്കെ പ്രവർത്തന ഫലമായി ഇന്ത്യ ഒരു നോൺ വയലന്റ് രാജ്യമായി ഇന്നും ലോകത്ത് ശോഭിക്കുന്നത്. ഇന്ത്യയുടെ പാരമ്പര്യ പൈതൃകമൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ശ്രീബുദ്ധനുണ്ടായിരുന്നു. ലോകത്തിലെ നല്ലൊരു ശതമാനം ഏഷ്യ മുഴുവൻ ബുദ്ധമതം പ്രചരിപ്പിച്ച് ഇന്നും ആ രാജ്യങ്ങൾ, ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, കൊറിയ, ജപ്പാൻ ഒക്കെ ബുദ്ധമതം തന്നെ വിശ്വസിക്കുന്ന, ചൈന ഒക്കെ ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്ന രാജ്യങ്ങളാണ്. ഇന്ത്യയുടെ പൈതൃകമാണ്. ഒരു ചെറിയ ജീവിയെ പോലും കൊല്ലാൻ പാടില്ല എന്നാണ് ഇന്ത്യ ലോകത്തിനെ പഠിപ്പിച്ചിരിക്കുന്നത്. ശ്രീബുദ്ധന്റെ മുമ്പ് നമുക്ക് ജൈനമതം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. നമ്മുടെ ശങ്കരാചാര്യര്
ലോകം കണ്ട ഏറ്റവും വലിയ ചിന്തകരിൽ ഒരാളാണ് ശങ്കരാചാര്യർ. സ്വാമി വിവേകാനന്ദന്റെ കാര്യം നമ്മൾ മറന്നുപോയി. മഹാത്മാഗാന്ധി നോൺ വയലൻസിന്റെ ലോകത്തിന് സംഭാവന ചെയ്ത വ്യക്തിയാണ് മഹാത്മാഗാന്ധി. രവീന്ദ്രനാഥ ടാഗോർ നമ്മൾ മറന്നുപോയി. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയ, ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. ഡോക്ടർ സർവപ്പള്ളി രാധാകൃഷ്ണന്റെ പ്രസിഡന്റായിരുന്നു. നോക്കിയാൽ നമുക്ക് ശ്രീനാരായണ ഗുരു കേരളത്തിലെ വയലൻസ് എതിരായിട്ട് ശബ്ദം ഉയർത്തി, ജാതിമത ചിന്തകൾക്കെതിരെ ശബ്ദമുയർത്തിയ ശ്രീനാരായണ ഗുരു. ഇതെല്ലാം മറന്ന്, ഇന്ത്യയുടെ പൈതൃകം മറന്ന്, ഇന്ത്യൻ ഭരണഘടന മറന്നിട്ടാണ് ഈ സിനിമ ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു സെഡീഷനാണ്, രാജ്യദ്രോഹം തന്നെയാണ്. 124 IPC അല്ലെങ്കിൽ IPC 124 അല്ലെങ്കിൽ BNS പുതിയ നിയമം 152 ആക്ട് ഓഫ് എൻഡേഞ്ചറിങ് നമ്മൾ സോവറിനിറ്റി, അതുപോലെ തന്നെ ഇന്റഗ്രിറ്റി, ഇന്ത്യയുടെ പൈതൃകം, ഇങ്ങനെയുള്ള കുറ്റം ചെയ്താൽ 7 വർഷത്തെ തടവാണ്. അതുകൊണ്ടാണ് ഞാനിത് വ്യക്തമായിട്ട് പറഞ്ഞത്. ഈ വയലൻസ് ഉള്ള ഈ സിനിമ നിരോധിക്കണം, ഇന്ത്യയെ അത് പിടിച്ചെടുക്കണം. രണ്ടാമത്, ഈ വയലൻസ് വിറ്റ് കാശാക്കിയ പണം മുഴുവൻ കണ്ടുകിട്ടുകയും ചെയ്യണം. കാരണം നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആരാണ് ഈ സെൻസർ ബോർഡിലെ ഈ സിനിമ കണ്ടിട്ട് ഇന്ത്യയുടെ പൈതൃകത്തെയും ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയുടെ നിയമവ്യവസ്ഥകളിൽ ലംഘിച്ചുകൊണ്ട് ഒരു സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്തത്? എന്തായാലും ഒരു അഡ്വക്കേറ്റ് രംഗത്ത് വന്നിട്ടുണ്ട്. വേറെ 1-2 പേരുകൾ കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. ഇത്രയുള്ള വയലൻസ് ഉള്ള ഒരു സിനിമ അത് കേരള ഗവൺമെന്റ് PRD ഡിപ്പാർട്ട്മെന്റ് അടിയന്തരമായിട്ട് ഇത് കാണണം. ഇത് കേരളത്തിലെങ്കിലും തൽക്കാലം നിരോധിക്കണം. ഇത് നമ്മുടെ കേരളത്തിലെ വയലൻസ് കൂടിക്കൊണ്ടിരുന്ന ഒരു അവസരം തന്നെയാണ്. ആ സമയത്ത് ഇങ്ങനെയുള്ളതെല്ലാം ഒരു വയലൻസ് കൂടെ വന്നാൽ അത് തീർച്ചയായിട്ടും സമൂഹത്തിൽ പ്രതിഫലിക്കും. കുട്ടികൾ കാണരുത് എന്ന് പറഞ്ഞെങ്കിലും കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇത് കാണുന്നത്. അതുകൊണ്ട് അടിയന്തരമായി നമ്മുടെ സംസ്ഥാനത്തെ കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റും PRD ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റും ആഭ്യന്തര വകുപ്പും എല്ലാം ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അത് മറ്റൊന്നുമല്ല, ഇങ്ങനെയുള്ള വൈകൃതങ്ങളായ സിനിമ സംവിധാനം ചെയ്ത ആൾക്കാർ കുറ്റകരമായ രാജ്യദ്രോഹം തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ സിനിമയെ എത്രയും പെട്ടെന്ന് നിരോധിക്കാനുള്ള നടപടികൾ സർക്കാർ എടുക്കണം എന്നാണ് എൻ്റെ അപേക്ഷ.